ഇതെങ്ങനെയുണ്ട്? നല്ല രസല്ലേ കാണാൻ? ഒരാളെ കാണാൻ പോവാനുണ്ട് കേട്ടോ, ഒരു കുഞ്ഞതിഥീനെ. ഒരുപാട് ദിവസത്തെ പ്ലാനിങ്ങിനൊടുവിൽ ഇന്ന്, അതായത് ശനിയാഴ്ച പോവാന്ന് വിചാരിച്ചു. അപ്പൊ എന്റെയിലുള്ള ഒരു ടോപ്പ് വെച്ചിട്ട് ആ ഒരു ലുക്ക് ക്രിയേറ്റ് ചെയ്യാന്നാ ഞാൻ വിചാരിച്ചേ. കുറച്ച് ദിവസം ടൈം ഉണ്ടെങ്കിൽ ഞാൻ എന്തായാലും ആ ടൈപ്പ് ഡ്രസ്സ് സ്റ്റിച്ച് ചെയ്തിട്ടുണ്ടായിരുന്നു. എനിക്ക് അത്രയ്ക്ക് ആ ലുക്ക് ഇഷ്ടപ്പെട്ടു. എന്താണെന്നറിയില്ല, ഒരു നല്ലൊരു ഇന്ത്യൻ വെയർ ലുക്ക്, ഒരു എത്നിക് ലുക്കായിട്ട് ഫീൽ ചെയ്തു. ഇവിടുന്നൊക്കെയോ തപ്പി പിടിച്ച അമ്മേന്റെ ഒരു റെഡിഷ് മെറൂൺ ഷോളൊക്കെ ഞാൻ ഒപ്പിച്ചു. ഒരു 5 മിനിറ്റ്സ് മേക്കപ്പ് ലുക്കാണ് ഞാൻ ക്രിയേറ്റ് ചെയ്തത്. അങ്ങനെ ഫൈനലി എന്റെ പ്രിയപ്പെട്ടവരെ ഞാൻ കണ്ടു. കണ്ടപ്പോ തന്നെ ഐശ്വര്യമായിട്ട് ഫുഡ് അങ്ങോട്ട് തുടങ്ങാന്ന് വിചാരിച്ചു. നമ്മളെ ഫാമിലിയിൽ ഒരു പുതിയ മെമ്പർ വന്നിട്ടുണ്ട്. അപ്പൊ ആളെ കാണാൻ വേണ്ടിയിട്ടാണ് നമ്മൾ പോകുന്നത്. അതായത് നമ്മുടെ കൂട്ടത്തിലെ ഹഫ്സയുടെ സെക്കൻഡ് ബേബീനെ. അപ്പൊ ഞങ്ങൾ അവിടെ എത്തിയപ്പോ തന്നെ ഞങ്ങൾ സ്വീകരിക്കാൻ വേണ്ടിയിട്ട് ആളുടെ ബിഗ് സിസ്റ്റർ നിൽക്കുന്നുണ്ട്. നമ്മൾ ഇറങ്ങിയത് ബേബീനെ കാണാനെങ്കിലും നമുക്ക് ഒന്ന് ചില്ല് ചെയ്യാം, ജസ്റ്റ് ഒന്ന് കൂടാം എന്നുള്ള ഒരു മൈൻഡ് ആയിരുന്നു കേട്ടോ മെയിൻ ആയിട്ട്. ഇവരെ കൂടെ കൂടുമ്പോ എനിക്ക് എന്താ ഫീൽ ചെയ്യാന്ന് വെച്ചാൽ, ശരിക്കും ഏജ് അല്ല നമ്മളെ പ്രായമുള്ളവരാക്കുന്നത്, നമ്മുടെ മൈൻഡ് സെറ്റ് ആണ്. ശരിയല്ലേ? അതുപോലെ തന്നെ നമുക്ക് ഓരോരുത്തർക്കും ഓരോ മുഖങ്ങളാണല്ലേ, ഓരോ സ്ഥലങ്ങളില്, നമ്മുടെ ജോലി സ്ഥലത്ത്, നമ്മുടെ വീടുകളില്, നമ്മുടെ ഫ്രണ്ട്സിന്റെ ഇടയിൽ, അങ്ങനെ അതില് നമ്മൾ ഏറ്റവും കൂടുതൽ കംഫർട്ടബിൾ ആയിട്ട് നിൽക്കുന്ന സ്പേസ് എവിടെയാ? നമ്മളായി നിൽക്കുന്ന ഇടം. ഞങ്ങൾ എന്നും എല്ലാവരുടെയും വിശേഷങ്ങൾ തിരക്കുന്നുണ്ട്, പക്ഷെ ഈ കൂടിക്കാഴ്ചകൾ വല്ലപ്പോഴും മാത്രം. അതൊന്നും എനിക്ക് മനസ്സിലായ ഒരു കാര്യമുണ്ട്. എന്താണെന്നറിയോ, ഒരാളുടെ ലൈഫിലേക്ക് ഒരു ലിമിറ്റിൽ കൂടുതൽ ഇന്റർഫിയർ ചെയ്യാതെ നല്ല ബന്ധങ്ങൾ എപ്പോഴും സൂക്ഷിക്കാൻ കുറച്ച് സ്പേസ് അത് കൊടുക്കുന്നത് നല്ലതാണ്.